നമസ്കാരം. ബൈബിൾ കഥ. ക്രിസ്തുമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. ചെറുപുസ്തകങ്ങൾ ഒന്നിച്ചു ചേർത്തത് എന്ന അർത്ഥത്തിലാണ് ബൈബിൾ എന്ന നാമം ഈ ഗ്രന്ഥത്തിനുണ്ടായത്. ഇതിൻ്റെ ആദ്യ ഭാഗമായ പഴയ നിയമം ഈശ്വരനിൽ നിന്ന് പ്രപഞ്ചവും മനുഷ്യരാശിയും ഉണ്ടായ കഥ പറയുന്നു. പല മതങ്ങളും ഈ ഭാഗം വിശ്വസിക്കുന്നുണ്ട്. പുതിയ നിയമം എന്ന രണ്ടാം ഭാഗം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെയും സന്ദേശത്തെയുമാണ് വിവരിക്കുന്നത്. യേശുദേവൻ്റെ ശിഷ്യന്മാരായ സ്ലീഹന്മാരാണ് ഇത് എഴുതിയത്. ഹീബ്രു ഭാഷയിലാണ് ബൈബിൾ രചിക്കപ്പെട്ടത്. പിന്നീട് മുഴുവൻ ഭാഷകളിലും ബൈബിൾ ഉണ്ടായി. മറ്റൊരു ഗ്രന്ഥത്തിനും ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല. 1765 ഭാഷകളിലായി വായിക്കപ്പെടുന്ന ഈ പുണ്യപുസ്തകം വായനക്കാരുടെയും പ്രതികളുടെയും എണ്ണത്തിൽ അദ്വിതീയ സ്ഥാനത്താണ്. മഹത്തായ ദർശനങ്ങളും ക്രിസ്തുവിൻ്റെ ഹൃദയസ്പർശിയായ ജീവിതകഥയും പറയുന്ന ഈ ഗ്രന്ഥത്തിന് പുസ്തകങ്ങളുടെ തമ്പുരാനാകാൻ കഴിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കേൾക്കാം ബൈബിൾ കഥ. ഇസ്രായേലിലെ ഗലീലിയ എന്ന പ്രദേശത്തുള്ള ഒരു മനോഹര ഗ്രാമമാണ് നസ്രത്ത്. അവിടെ സൽഗുണങ്ങളുടെ വിളനിലമായ മറിയം എന്ന ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. ദൈവവിശ്വാസിയും നല്ലവനുമായ ജോസഫ് എന്ന തച്ചനുമായി മറിയത്തിൻ്റെ വിവാഹം പറഞ്ഞുറപ്പിച്ചിരുന്നു. ഒരു ദിവസം ഒരു മാലാഖ മറിയത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മാലാഖ മറിയത്തെ വന്നിച്ച് അവിശ്വസനീയമായ ഒരു വിവരം അറിയിച്ചു. നിന്നിൽ ദൈവപുത്രൻ ജനിക്കാൻ പോകുന്നു. അവനെ യേശു എന്ന് വിളിക്കണം. ഭയവും സന്തോഷവും അത്ഭുതവുമെല്ലാം മറിയത്തിന് ഒന്നിച്ചുണ്ടായി. ദൈവദൂതൻ ജോസഫിനെ ദൈവപുത്രൻ്റെ ജനനവിവരം അറിയിച്ചു. കന്യകയായിരിക്കെ മറിയം പരിശുദ്ധാത്മാവിൽ നിന്ന് ഗർഭിണിയായി. ജോസഫ് മറിയത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഹെറോദോസ് എന്ന രാജാവാണ് അന്ന് നാടുവാണിരുന്നത്. കാനേശുകുമാരി കണക്കെടുപ്പിനായി എല്ലാ പൗരന്മാരും സ്വന്തം ജന്മനാട്ടിലേക്ക് പോകണമെന്ന് അദ്ദേഹം വിളംബരം ചെയ്തു. ബത്ലഹേമിലേക്കായിരുന്നു ജോസഫിനും മറിയത്തിനും പോകേണ്ടിയിരുന്നത്. പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൂട്ടി ജോസഫ് യാത്ര തിരിച്ചെങ്കിലും വഴിമധ്യേ മറിയത്തിന് പ്രസവ ലക്ഷണങ്ങൾ ആരംഭിച്ചു. മറ്റെങ്ങും ആശ്രയം ലഭിക്കാതെ പാതയോരത്തെ ഒരു കാലിത്തൊഴുത്തിൽ വെച്ച് മറിയം ദൈവപുത്രന് ജന്മം നൽകി. എന്തെല്ലാം പ്രതിസന്ധികളെ നേരിട്ടാണ് ആ മാതാപിതാക്കൾ യേശുവിനെ വളർത്തിയത്. ഉണ്ണിയേശു മരപ്പണിയിൽ തന്നാൽ കഴിയും വിധം അച്ഛനെ സഹായിച്ചു. ചെറുപ്പത്തിൽ തന്നെ ലഭിച്ച മതഗ്രന്ഥങ്ങളാകെയും യേശു മനഃപ്പാഠമാക്കി. യേശു യുവാവായി. അക്കാലത്ത് യോഹന്നാൻ എന്ന ഒരു പ്രവാചകൻ ജോർദാൻ നദീതീരത്ത് അലഞ്ഞു നടന്നിരുന്നു. യേശു അദ്ദേഹത്തെ ചെന്ന് കണ്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അതോടെ പിതാവായ ദൈവത്തിൻ്റെ വരം അദ്ദേഹത്തിന് ലഭിച്ചു. ക്രിസ്തു തൻ്റെ സേവന ജീവിതം ആരംഭിച്ചു. ശാന്തത നിറഞ്ഞതും ഈശ്വര ചൈതന്യം തുളുമ്പുന്നതുമായ യേശുവിൻ്റെ വചനങ്ങൾ കേട്ട് പലരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി. യഹൂദർ ദൈവനിയമങ്ങൾ ലംഘിച്ച് അസന്മാർഗിക ജീവിതം നയിക്കുകയായിരുന്നു അന്ന്. പുരോഹിത മേധാവികളെ കൊണ്ട് ജനം പൊറുതിമുട്ടിയിരുന്നു. യേശു ഇതിനെയെല്ലാം എതിർത്തു. അതിനാൽ പുരോഹിതരും മറ്റു ചൂഷകവർഗവും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. യേശുവിനെ ചതിയിൽപ്പെടുത്താൻ അവർ അവസരം നോക്കിയിരുന്നു. ഒടുവിൽ അവർ വിജയിക്കുക തന്നെ ചെയ്തു. കള്ളക്കുറ്റങ്ങൾ ആരോപിച്ച് അവർ ക്രിസ്തുവിനെ പിടികൂടി. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസാണ് ഗുരുവിനെ ഒറ്റിക്കൊടുത്തത്. ആ കൊടും പാതകത്തിന് അവന് 30 വെള്ളിക്കാശ് പ്രതിഫലം കിട്ടി. ദൈവപുത്രൻ്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചിരുന്ന പുരോഹിത ഭരണ നേതാക്കൾ അദ്ദേഹത്തെ ക്രൂരമായി പീഡിപ്പിച്ച് വലിച്ചിഴച്ച് വിചാരണയ്ക്കായി കൊണ്ടുപോയി. അവിടെ വധശിക്ഷ ലഭിക്കുവാൻ വേണ്ട കള്ളക്കേസുകളെല്ലാം ക്രിസ്തുവിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. പീലാത്തോസ് എന്ന ഗവർണർക്കും ക്രിസ്തുവിനെ രക്ഷിക്കാനായില്ല. അന്നാട്ടിൽ രാജ്യദ്രോഹികൾക്കും കള്ളന്മാർക്കും നൽകാറുള്ള ക്രൂശുമരണമാണ് യേശുവിനായി വിധിക്കപ്പെട്ടത്. പിറ്റേന്ന് യേശുക്രിസ്തുവിൻ്റെ ചുമലിൽ ഒരു വലിയ മരക്കുരിശ് അവർ എടുത്തുവെച്ചു. തലയിൽ മുള്ളുകൊണ്ടുള്ള ഒരു കിരീടം കുത്തിയിറക്കി. പിന്നെ ഗാഗുൽത്ത എന്ന മലയിലേക്ക് നടത്തിക്കൊണ്ടുപോയി. ഭയങ്കര ഭാരമുള്ള മരക്കുരിശുമായി ക്രിസ്തു വീണു. അപ്പോഴൊക്കെ അവർ ചാട്ടവാർ കൊണ്ടടിച്ചു. ദാഹിച്ചു വലഞ്ഞപ്പോൾ കയ്പ് വെള്ളം കൊടുത്തു. എല്ലാ ക്രൂരതകളും ചെയ്തു തീർത്ത് ഒടുവിൽ കുരിശിൽ തറച്ചു കൊന്നു. മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായി അവതരിച്ച ദൈവപുത്രനെയാണ് അവർ വധിച്ചത്. നമ്മുടെ തിന്മകളുടെ പ്രായശ്ചിത്തമായിരുന്നു യേശുവിൻ്റെ യാഗം. പക്ഷേ യേശു മരിച്ചതോടെ തങ്ങൾ വിജയിച്ചു എന്ന് കരുതിയവർക്ക് തെറ്റി. ക്രൂശുമരണത്തിൻ്റെ 3-ാം ദിവസം യേശുക്രിസ്തു കല്ലറ പിളർന്ന് ഉയിർത്തെഴുന്നേറ്റു. അന്ന് ഞായറാഴ്ചയായിരുന്നു. ഈസ്റ്റർ എന്നാണ് ഈ ദിവസം അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ പാപപരിഹാരത്തിനായി യേശുക്രിസ്തുവിൻ്റെ സന്ദേശം ബൈബിളിലൂടെ ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരിക്കുന്നു. കഥ അവസാനിക്കുന്നു. നന്ദി.